ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന് വള്ളത്തിൽ താമസിക്കുന്നത് ഇഷ്ടമായിരുന്നു. അങ്ങനെ വള്ളത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹം പല രചനകളും നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു രാത്രി വള്ളത്തിൽ താമസിച്ച് മെഴുകുതിരി വെളിച്ചത്തിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ജലാശയത്തിൽ ഒരു ഇളം തെന്നൽ വീശുകയും മെഴുകുതിരി കെട്ടുപോവുകയും ചെയ്തു. അതോടെ നിലാവിൻ്റെ മനോഹരമായ പ്രകാശരശ്മികൾ ആ വെള്ളത്തിൽ പതിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന് ഒരു കാര്യം വ്യക്തമായി. ഈ മനോഹരമായ പ്രകാശരശ്മികളെ കാണുന്നതിന് അതുവരെയും പ്രകാശം നൽകിക്കൊണ്ടിരുന്ന മെഴുകുതിരി ഒരു തടസ്സമായിരുന്നുവല്ലോ എന്ന്. ഇത് എപ്പോഴും ഒരു സത്യമാണ്. ജീവിതത്തിൽ നമുക്കുള്ള പല നേട്ടങ്ങളും വളരെ പ്രാധാന്യമുള്ളതായി നാം കരുതുമ്പോൾ കൂടുതൽ മഹത്വമേറിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അവ തടസ്സമാകാറുണ്ട്. തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന പണ്ഡിതർക്ക് കൂടുതൽ ജ്ഞാനം കൈവരിക്കുന്നതിന് പലപ്പോഴും കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. തൻ്റെ ജ്ഞാനം ഏതുമില്ല എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക് കൂടുതൽ ജ്ഞാനം ഉൾക്കൊള്ളുവാൻ കഴിയും. ജ്ഞാനത്തോടുള്ള അവരുടെ അഭിനിവേശം കൂടുതൽ ജ്ഞാനം പ്രാപിക്കുന്നതിന് ഇടയാക്കും. എന്നാൽ ജ്ഞാനി എന്ന് സ്വയം കരുതുന്നവർക്ക് കൂടുതൽ ജ്ഞാനം ആവശ്യമായി തോന്നായികയാൽ അതിനായി പരിശ്രമിക്കുവാനും സാധ്യതയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ എന്ന ഭാവം ആരിലുണ്ടായിരുന്നാലും ആ ഭാവം അവരെ തകർത്ത് കളയും. മനുഷ്യ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും ശത്രുവാണ് ഞാൻ എന്ന ഭാവം. ആ ഭാവം സ്വയപ്രശംസയ്ക്ക് കാരണമാവുകയുള്ളൂ. ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളിലും ജ്ഞാനം പ്രാപിച്ചിട്ടുള്ള ആരുണ്ട്? ഒരുവൻ എത്ര ജ്ഞാനം പ്രാപിച്ചാലും താൻ അറിഞ്ഞതിലും എത്രയോ അധികം അറിയുവാൻ പിന്നെയും ശേഷിക്കുന്നു. ഇത് ഗ്രഹിക്കുമ്പോഴാണ് തങ്ങളുടെ ജ്ഞാനത്തിൻ്റെ പരിമിതി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ തിരിവെളിച്ചം ഇല്ലാതെയാകുന്നത് വരെ നിലാവെളിച്ചം കാണുവാൻ കഴിയാഞ്ഞതുപോലെ തിരിവെളിച്ചം ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം പ്രകാശം വീഴ്ത്തിയപ്പോൾ നിലാവെളിച്ചം ഭൂമിയുടെ ഒരു ഭാഗം മുഴുവൻ പ്രകാശം വരുത്തുവാൻ മതിയായതായിരുന്നു. എന്നാൽ ശക്തമായ സൂര്യപ്രകാശത്തിൽ ഈ നിലാവെളിച്ചവും അപ്രസക്തമായി തീരും. അതുപോലെയാണ് ജ്ഞാനി എന്നോ സമർത്ഥനെന്നോ സ്വയം കരുതുന്ന ആരുടെയും അനുഭവം. മാത്രമല്ല, ചിലപ്പോൾ ജ്ഞാനികൾക്ക് സാധ്യമല്ലാത്ത വഹിപ്പാൻ അത്രത്തോളം ജ്ഞാനികൾ അല്ലാത്തവർക്കോ പൊതുവെ ഭോഷർ എന്ന് കരുതപ്പെടുന്നവർക്കോ കഴിഞ്ഞേക്കും. ആകയാൽ നമ്മുടെ നേട്ടങ്ങളൊന്നും പ്രശംസിപ്പാൻ കാരണമല്ല എന്ന് മനസ്സിലാക്കി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച ഒരു ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ അജ്ഞാനം കൊണ്ട് ഞങ്ങൾ ജ്ഞാനികളെന്ന് തോന്നിച്ചു പോയ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്വയത്തിലും ഞാൻ എന്ന ഭാവത്തിലും ഞങ്ങൾ പലപ്പോഴും ആശ്രയിച്ചു. നിന്നെ മറന്നുപോയ ഞങ്ങളുടെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവെ, അവിടുന്ന് തരുന്ന ദാനം എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായി ജീവിപ്പാൻ, എളിമയോടും താഴ്മയോടും ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവിയിലൂടെ ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.